ഹായ് ഓൾ, പി കെ ലേണിംഗ്സിൻ്റെ 2020 PYQ സീരീസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നീ ടോപ്പിക്കുകളിൽ നിന്ന് 2020 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെർസെൻറ്റേജിൽ നിന്ന് 8 ക്വസ്റ്റ്യൻസും പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസുമാണ് 2020 ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് PSC ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടും കൂടി ചേർത്ത് 11 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ആദ്യമായിട്ട് പെർസെൻറ്റേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സിൻ്റെ y ശതമാനം 30 ആയാൽ വൈയുടെ x ശതമാനം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഒരു 2020 LD ക്ലാർക്കിന്റെ ചോദ്യം, 2020 003/2020 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഇത് ആൻസർ ബി ആണ്, 30 എന്നുള്ളത് തന്നെയാണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. പെർസെൻറ്റേജ് പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എയുടെ ബി ശതമാനം എന്ന് പറയുന്നത് ഈക്വൽ ടു ബിയുടെ എ ശതമാനം. അതായത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഇത്ര ശതമാനം എത്രയെന്ന് പറഞ്ഞു, ഇപ്പൊ എയുടെ ബി ശതമാനം, ശതമാനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 100ൽ എത്ര എന്നുള്ളതാണ്, ഈക്വൽ ടു ബിയുടെ എ ശതമാനം. അപ്പൊ അതുപോലെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ y ശതമാനം എന്ന് പറയുന്നത് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. അതായത് ഇതെന്ന് പറഞ്ഞാൽ XY/100 ആണ്, XY/100 ആണ് അല്ലേ. അപ്പൊ XY/100 എന്ന് പറയുന്നത് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈയുടെ x ശതമാനം എങ്ങനെ എഴുതാം? y ഇൻറ്റു x/100 എന്ന് എഴുതിക്കൂടെ? y ഇൻറ്റു x/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ yx/100 എന്ന് പറയുന്നത് തന്നെയല്ലേ XY/100? അതെന്ന് പറയുന്നത് തന്നെയാണ് 30 അല്ലേ. അപ്പോൾ വൈയുടെ x ശതമാനം എന്ന് പറയുന്നതും 30 തന്നെ ആയിരിക്കും. അത് ആ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If 70% of the students in a school are girls and the number of boys is 453, find the number of girls. അപ്പോൾ ഇതൊരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ഇവിടെ ഗേൾസിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, എന്നാൽ ബോയ്സിൻ്റെ എണ്ണമാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ ബി ആണ്, 1057 എന്നുള്ളതാണ്. ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം പെർസെൻറ്റേജ് എപ്പോഴും 100ലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു സ്കൂളിൽ 70% ഗേൾസ് ഉണ്ടെന്നാണ് പറയുന്നത് ആണല്ലോ. അപ്പൊ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? 70% ഗേൾസ് എന്ന് പറഞ്ഞാൽ 100 കുട്ടികൾ ഒരു സ്കൂളിൽ ഉണ്ടെങ്കിൽ അതിൽ 70 പേര് പെൺകുട്ടികളാണ്. അപ്പോൾ ആൺകുട്ടികൾ എത്രയാണ്? 30% അല്ലേ. 30 പേര് ആൺകുട്ടികളായിരിക്കും. കാര്യം ശതമാനം എപ്പോഴും നമ്മൾ പറയുന്നത് 100ലാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം 70% ഗേൾസ് എന്ന് പറഞ്ഞാൽ സപ്പോസ് 100 കുട്ടികളാണ് ആ സ്കൂളിൽ ഉള്ളതെങ്കിൽ, 100 ഉള്ളതെന്ന് നമ്മൾ വിചാരിച്ചാൽ അതിൽ 70 പെൺകുട്ടികളാണ്. അങ്ങനെയെങ്കിൽ 30 ആൺകുട്ടികളായിരിക്കും. അതായത് 30% ആൺകുട്ടികളാണ്. അപ്പൊ ഈ 30% എത്രയെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് 30% എന്ന് പറയുന്നത്? 453 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഗേൾസിന്റെ എണ്ണം, അതായത് 70% എത്ര എന്നുള്ളതാണ് നമ്മളോട് ചോദ്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇവിടെ വാല്യൂ ഉള്ളത് അല്ലെ, ഈ ഡയഗണലി വാല്യൂസ് ഉള്ളത് തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ഇല്ലാത്ത ഭാഗം ഡിവൈഡ് ചെയ്യുക. അതായത് 70 × 453 ഡിവൈഡഡ് ബൈ 30. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 0 0 വെട്ടിപ്പോയി, 3ഉം 453 കൂടെ വെട്ടുമ്പോൾ ഒരു പ്രാവശ്യം 4 15, 5 പ്രാവശ്യം 15, ഒരു പ്രാവശ്യം 3. ഇനി 151 × 7, ഒരു പ്രാവശ്യം 7, 7 5 35, 3 ഒരു 7 3 10, 1057 ആണ് ഗേൾസിന്റെ എണ്ണം വരുന്നത്. അപ്പൊ നമുക്കിങ്ങനെ ലീനിയർ ആയിട്ട് എഴുതിയും ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി 30% ബോയ്സ് എന്ന് പറയുന്നതാണ് 453. അതായത് 30% ബോയ്സ് എന്ന് പറയുന്നതാണ് 453. അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ്? 453/30 ആണ്. അങ്ങനെയാണെങ്കിൽ 70% എത്ര? × 70. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ലീനിയർ മെത്തേഡ് എന്ന് ഇതിനെ വിളിക്കും. ലീനിയർ മെത്തേഡ്, അതായത് 30% നേരെ 453.
അങ്ങനെയാണെങ്കിൽ 70% നേരെ എത്ര വരും? അപ്പോൾ ഇവിടെ ഡയഗണലി വാല്യൂസ് ഉള്ളത് ഈ 70ഉം 453 അത് ന്യൂമറേറ്ററിൽ വരും. ഡിവൈഡഡ് ബൈ ഈ വാല്യൂ ഇല്ലാത്ത ഭാഗം, അതായത് 30ന്റെ നേരെ വാല്യൂ ഇല്ല, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്. 30ന് ഡയഗണലി ഇവിടെ വാല്യൂ ഇല്ല ആണല്ലോ. അപ്പോൾ അവിടെ നമുക്ക് 30 ഡിനോമിനേറ്ററിൽ. അതിന്റെ ഷോർട്ട് കട്ടാണ്. എന്നാൽ നമ്മൾ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ 30% എന്ന് പറയുന്നതാണ് 453. അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ്? 453/30. അങ്ങനെയാണെങ്കിൽ 70% എന്ന് പറഞ്ഞാൽ 453 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 70. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. സുധ secured 48% of Radha's marks and Sunil secured 60% of Radha's marks. What is P if Sudha secured P% of Sunil's marks? അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 80 എന്നുള്ളതാണ്. ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നു സുധ, രാധയുടെ മാർക്കിന്റെ 48% സുധയുടെ മാർക്ക്. അതുപോലെ രാധയുടെ മാർക്കിന്റെ 60% സുനിലിന്റെ മാർക്ക്. അപ്പൊ നമ്മൾ രാധയുടെ മാർക്ക് നമ്മൾ എക്സ് എന്ന് എടുത്തു അല്ലെ. രാധാസ് മാർക്ക് എത്രയാണ്? എക്സ് എന്ന് എടുക്കുക. ഓക്കെ, അങ്ങനെ രാധയുടെ മാർക്ക് എക്സ് ആണെങ്കിൽ സുധയുടെ മാർക്ക് എത്രയാണ്? 48%, അതായത് 48/100 ഓഫ് എക്സ് ആണല്ലോ. ഇനി സുനിലിന്റെ മാർക്ക് എത്രയാണ്? 60%, അതായത് 60/100 ഓഫ് എക്സ്. ഇനി നമ്മളോട് ലാസ്റ്റ് ഒരു കണ്ടീഷൻ പറഞ്ഞു. വാട്ട് ഈസ് പി ഇഫ് സുധ സെക്യൂർഡ് P% ഓഫ് സുനിൽസ് മാർക്സ്. നമുക്കറിയാം സുനിലിന്റെ മാർക്ക് എന്ന് പറയുന്നത് 60/100 ഇൻറ്റു എക്സ് ആണ്. അപ്പൊ ഈ സുനിലിന്റെ മാർക്കിന്റെ P% ആണ് സുധയുടെ മാർക്ക്. അപ്പൊ ഞാൻ സുധയുടെ മാർക്ക് എഴുതി ഇവിടെ 48/100 ഇൻറ്റു എക്സ് ഈക്വൽ ടു, ഇനി സുനിലിന്റെ മാർക്കിന്റെ ടേംസിൽ സുധയുടെ മാർക്ക് എഴുതുവാണ് 60/100 ഇൻറ്റു എക്സ് ഇൻറ്റു P/100. കാര്യം അതിന്റെ P% ആണ്, അതായത് സുനിലിന്റെ മാർക്കിന്റെ P% ആണ് സുധയുടെ മാർക്ക്. അപ്പൊ സുധയുടെ മാർക്ക് നമ്മൾ ആദ്യം എഴുതി വെച്ചു 48/100 ഇൻറ്റു എക്സ്. അപ്പൊ അതെന്ന് പറയുന്നത് സുനിലിന്റെ മാർക്കിന്റെ P%. അപ്പൊ സുനിലിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 60/100 ഇൻറ്റു 100 ഇൻറ്റു P/100. അപ്പൊ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഈ 100ഉം പോവും, പിന്നെ എക്സും പോവും. പി എന്ന് പറയുന്നത് അല്ലെ, പി എന്ന് പറയുന്നത് 48 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 60 ആണ്. അപ്പൊ ഇവിടെ ഈ 0വും 100ന്റെ ഒരു 0 കൂടെ പോയി, 6ഉം 48ഉം കൂടെ വെട്ടുമ്പോൾ 6 48. ഇനി 8 ഇൻറ്റു 10 എത്രയാണ്? പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 80% ആണ് നമ്മുടെ പി എന്ന് പറയുന്നത്. പിയുടെ വാല്യൂ 80 ആണ്. ഓക്കെ, പി എന്ന് പറയുന്നത് 80% പിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 80 ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. SSLC പരീക്ഷയിൽ ഒരു സ്കൂളിൽ കണക്കിന് 20% കുട്ടികളും സോഷ്യൽ സ്റ്റഡീസിന് 10% കുട്ടികളും തോറ്റു. 5% കുട്ടികൾ 2 വിഷയത്തിനും തോറ്റു എങ്കിൽ ആ സ്കൂളിലെ വിജയ ശതമാനം എത്ര എന്നുള്ളതാണ് ചോദ്യം. 018/2020 പോലീസ് കോൺസ്റ്റബിളിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 75% എന്നുള്ളതാണ്. ഇത് എങ്ങനെ വരുന്നു എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണക്കിന് 20% കുട്ടികൾ തോറ്റു. 20% കുട്ടികൾ കണക്കിന് തോറ്റു. അതുപോലെ തന്നെ സോഷ്യൽ സ്റ്റഡീസിന് 10% കുട്ടികളും തോറ്റു. അപ്പോ 20 + 10. പക്ഷെ ഇതിൽ നോക്കൂ, കണക്കിന് 20% കുട്ടികൾ തോറ്റു എന്ന് പറയുമ്പോൾ അതിൽ സോഷ്യൽ സ്റ്റഡീസിൽ തോറ്റവരും കാണും. കണക്കിന്റെ മാത്രം കൗണ്ടാണ് ആ 20 എന്ന് പറയുന്നത്. അതിൽ ചിലപ്പോൾ സോഷ്യൽ സ്റ്റഡീസിനും തോറ്റവരും കാണും. അതുപോലെ സോഷ്യൽ സ്റ്റഡീസിന് 10% കുട്ടികൾ തോറ്റു എന്ന് പറയുമ്പോൾ അതിൽ കണക്കിന് തോറ്റവരും കാണും അല്ലെ. അപ്പൊ ആ രണ്ടിലും ഉൾപ്പെട്ട ആൾക്കാർ കാണും. അപ്പൊ അത് നമുക്ക് പ്രത്യേകം തന്നിട്ടുണ്ട്. 5% കുട്ടികൾ 2 വിഷയത്തിനും തോറ്റു. അപ്പൊ ഈ 20ലും ഈ ഒരു 5 കിടപ്പുണ്ട്, 10ലും ഈ ഒരു 5ന്റെ കണക്ക് കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ 20 + 10 ആ ഡ്യൂപ്ലിക്കേറ്റ് ഒഴിവാക്കാനായിട്ട് -5 നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഈ ഗണം എന്നുള്ള ആ ഒരു പോർഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് A ഇന്റർസെക്ഷൻ B അല്ലെ, A യൂണിയൻ B അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് NA + NB -
എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, അതായത് രണ്ടിലും വരുന്ന ആൾക്കാരെയാണ് ഇന്റർസെക്ഷനിൽ പറയുന്നത്. അപ്പം എയിലും എ പ്ലസ് ബി ചെയ്തിട്ട് എയിലും ബിയിലും വരുന്ന ആൾക്കാരെ മൈനസ് ചെയ്താൽ മാത്രമേ എക്സാക്ട് കൗണ്ട് കിട്ടത്തുള്ളൂ. അതൊരു ഡ്യൂപ്ലിക്കേറ്റ് എൻട്രിയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 20 + 10 30, അതായത് 30 പേരാണ് തോറ്റതെന്നില്ല. അതിൽ ഒരു 5% രണ്ടിലും പെട്ട ആൾക്കാരുണ്ട്. അത് നമ്മൾ മൈനസ് ചെയ്ത് കളയണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 25% ആ സ്കൂളിൽ തോറ്റ കുട്ടികൾ. അപ്പൊ ജയിച്ച കുട്ടികൾ എത്രയാണ്? അപ്പൊ നമുക്കറിയാം 100ലാണ് 100 കുട്ടികൾ ഉണ്ടെങ്കിൽ 25 പേര് തോറ്റു. അങ്ങനെയാണെങ്കിൽ ജയിച്ച കുട്ടികൾ എത്രയാണ്? 100 - 25 75%. നമ്മൾ എപ്പോഴും ശതമാനം പറയുന്നത് 100ലാണ്. 100ൽ എത്ര എന്നുള്ളതാണ്. അപ്പൊ 25% പേര് തോറ്റെങ്കിൽ എത്ര പേര് ജയിച്ചിട്ടുണ്ടാകും? 75% പേര് ജയിച്ചിട്ടുണ്ടാവും. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഹൗ മച്ച് ഈസ് 40% ഓഫ് 3 hours and 30 minutes? അപ്പൊ ഇതൊരു ഓൺലൈൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 1 hour 24 minutes എന്നുള്ളതാണ്. നമുക്കിത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് 3 hour 30 minutes എന്ന് പറഞ്ഞ് കിടക്കുന്നതിനെ നമുക്ക് മിനിറ്റ്സിലോട്ട് അങ്ങ് മാറ്റാം. 3 hour 30 minutes അല്ലെ? ഇത് നമ്മൾ മിനിറ്റ്സിലോട്ട് മാറ്റുമ്പോൾ നമുക്കറിയാം 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. അപ്പൊ 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 180 മിനിറ്റ് ആണ് അല്ലെ? 180, അതായത് 3 × 60 ചെയ്യണം. അതായത് 180 മിനിറ്റ് ആണല്ലോ. അപ്പൊ 180 + 30, അതായത് 210 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. അപ്പോ ഈ 210ന്റെ 40% എത്ര എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അതായത് 210 × 40% എന്ന് പറയുമ്പോൾ 40/100 ആണല്ലോ. 0 പോയി, ഇവിടെ 0 പോയി. 21 × 4 എത്രയാ? ഒരു 4 4 4 2 8 84 മിനിറ്റ്സ് എന്ന് വരും. അപ്പൊ 84 മിനിറ്റ്സ് ആണ് ഈ 210 മിനിറ്റിന്റെ 40% എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആൻസർ തന്നിരിക്കുന്നത് അവറിലും മിനിറ്റിലും കൂടെ ചേർത്താണ്. അപ്പൊ നമ്മൾ ഈ മിനിറ്റിനെ, നമുക്ക് കിട്ടിയ വാല്യൂവിനെ അവറിലോട്ടും കൂടെ മാറ്റണം. അപ്പോൾ നമുക്കറിയാം 84 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ 60 മിനിറ്റ് ചേരുന്നതാണ് 1 മണിക്കൂർ. അപ്പൊ 84ൽ നിന്ന് 60 മാറ്റുമ്പോൾ 1 മണിക്കൂർ അതിൽ നിന്ന് എടുക്കാം. പോയിട്ട് എത്രയാ? 24 മിനിറ്റ്. മനസ്സിലായോ? 84ൽ ഒരു 60 നമ്മൾ മാറ്റിയാൽ ആ 60നെ നമുക്ക് 1 hour എന്ന് പറയാം അല്ലെ? 84ലുള്ള 60 മിനിറ്റിനെ നമുക്ക് ചേർത്ത് 1 hour എന്ന് പറയാം. പോയിട്ട് ബാക്കി 24 മിനിറ്റ് അല്ലേ? അപ്പൊ 1 hour 24 minutes ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയോ? അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 75% of a number and 20% of the same number is 378.4. What is 40% of that number? അപ്പോൾ ഇത് ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ 2020 നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇതെങ്ങനെയാ കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 75%ന്റെയും 20%ന്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് 378.4 ആണ്. നമുക്കറിയാം 75%ത്തിൽ നിന്ന് 20% കുറച്ചു കഴിഞ്ഞാൽ 55% എന്ന് പറയുന്നതാണ് 378.4. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 40% എത്ര എന്നാണ് അല്ലെ? 40% എത്ര? ലീനിയർ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ഡയഗണലി ഉള്ള സാധനങ്ങൾ നമ്മൾ അംശത്തിലിടുക. അതായത് 40 × 378.4 ഡിവൈഡഡ് ബൈ ഈ 55ന് നേരെ ഇവിടെ വാല്യൂ ഇല്ല, അതുകൊണ്ട് 55 ഡിനോമിനേറ്ററിൽ. ഇനി 55നെയും ഈ 378.4നെയും ഞാൻ 5 കൊണ്ട് കട്ട് ചെയ്യുകയാണ്. അപ്പം 55ന്റെ അവിടെ 11 വരും. ഇവിടെ എത്രയാ വരുന്നത്? 7 പ്രാവശ്യം 35 28, 5 പ്രാവശ്യം 25, ശിഷ്ടം 3 വരും. അപ്പൊ പോയിന്റ് ഇട്ടു. 34 എന്ന് പറയുമ്പം 6 പ്രാവശ്യം 30, പിന്നെ 4 8 പ്രാവശ്യം, അതായത് 75.68 ആണ്
നമ്മൾ 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി ഈ 11ഉം 75.68 കൂടെ വെട്ടാൻ പറ്റും. അതായത് 75.68നെ 11 കൊണ്ട് വെട്ടുമ്പോൾ 6 പ്രാവശ്യം 66. ഓക്കെ, പോയിട്ട് നമുക്ക് ശിഷ്ടം 9 വരും. 90, അപ്പോൾ പോയിന്റ് അതുപോലെ ഇട്ടു. 96 എന്ന് പറയുമ്പോൾ 8 പ്രാവശ്യം 88, വീണ്ടും 8 ശിഷ്ടം വരും, വീണ്ടും 88, 8 പ്രാവശ്യം, അതായത് 6.88 വരും. ഈ 11 കൊണ്ട് 75.68നെ കട്ട് ചെയ്യുമ്പോൾ. ഇനി 6.88 ഇൻറ്റു 4 ചെയ്യുക, 688 ഇൻറ്റു 4 ചെയ്യുക, എന്നാൽ 32 ശിഷ്ടം 3, എന്നാൽ 32ഉം 3 35 ശിഷ്ടം 3, 6 4 24 3 27. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ പോയിന്റ് ഇടുമ്പോൾ ഞാനിപ്പോൾ പോയിന്റ് അങ്ങ് ഇട്ടു. പക്ഷെ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 സ്ഥാനമുണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്, പക്ഷെ ഇവിടെ ഒരു 40 ഉണ്ട്. അപ്പം നമുക്ക് വരുന്ന വാല്യൂ 2 7 5 2, ഈ 40ന്റെ 0 കൂടെ വരും. എന്നിട്ട് 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ ഇവിടെ വരും അല്ലേ, ലെഫ്റ്റിൽ നിന്ന് 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ ഇവിടെ വരും 275.2 അല്ലേ. ഓപ്ഷൻ എ ആണ് ആൻസർ. മനസ്സിലായല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 29 ഡിവൈഡഡ് ബൈ 203 എത്രയാണെന്നുള്ളതാണ്. ഇത് സിമ്പിൾ ഡിവിഷനാണ്, അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് പറയുന്നത്. നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. 29 ഡിവൈഡഡ് ബൈ 203, 29 ഡിവൈഡഡ് ബൈ 203. അപ്പോൾ നമുക്ക് 29നെ 7 കൊണ്ട് വെട്ടിയാൽ 203 കിട്ടും. 29നെ 7 പ്രാവശ്യം 203 ആണ്. അപ്പോൾ 29 ഡിവൈഡഡ് ബൈ 203 എന്ന് പറഞ്ഞാൽ 1/7 ആണ്. ഇനി അതിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഒരു സംഖ്യയെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? 100 കൊണ്ട് ഗുണിക്കണം അല്ലേ. അതായത് 1/7 ഇൻറ്റു 100 എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100/7. അതാണ് നമ്മുടെ ആൻസർ. അതായത് പെർസെൻറ്റേജ് നമ്മളുടെ അടുത്ത് 29 ഡിവൈഡഡ് ബൈ 203 എത്ര എന്നുള്ളതല്ല, നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്താൽ അറിയാം, എല്ലാം പെർസെൻറ്റേജിലാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ ആണ്. അപ്പോൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1/7 ഇൻറ്റു 100, അതായത് 100/7. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം 1350 ആണെങ്കിൽ സംഖ്യ ഏതെന്നുള്ളതാണ്. അപ്പോൾ 2020 LP സ്കൂൾ ടീച്ചറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 3000 എന്നുള്ളതാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു സംഖ്യയുടെ 30% 75% തമ്മിലുള്ള വ്യത്യാസം, അതായത് നമുക്ക് എഴുതാമല്ലോ, 75% മൈനസ് 30% ഈക്വൽ ടു 1350. അപ്പോൾ 75%ൽ നിന്ന് 30% കുറച്ച് കഴിഞ്ഞാൽ 45% 1350. അങ്ങനെയാണെങ്കിൽ സംഖ്യ എന്ന് പറയുന്നത് 100%. അപ്പൊ ഏതൊരു സംഖ്യയും ആ സംഖ്യയുടെ 100% വാല്യൂ ആണ്. ഇപ്പൊ 5ന്റെ 100% എത്രയാണ്? 5ന്റെ 100% എന്ന് പറയുന്നത് 5 തന്നെയാണല്ലേ. 5ന്റെ ഏതൊരു സംഖ്യയുടെയും 100% എന്ന് പറയുന്നത് ആ സംഖ്യ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സംഖ്യ എന്ന് പറയുന്നത് 100%. അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ മെത്തേഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയഗണലി വാല്യൂസ് ഉള്ളത് ഇതിനാണ്, അത് ന്യൂമറേറ്ററിൽ വരും അല്ലേ, ന്യൂമറേറ്ററിൽ വരും. അതായത് 1350 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 45. ഓക്കെ ആണോ? ഇനി 45ഉം 1350 കൂടെ 5 കൊണ്ട് നമ്മൾ വെട്ടുവാണെങ്കിൽ ഇവിടെ 9 പ്രാവശ്യം, ഇവിടെ 2 പ്രാവശ്യം, 10 35 7 പ്രാവശ്യം 270. ഇനി നോക്കൂ, 9നെയും 270നെയും വെട്ടാലോ, 30 പ്രാവശ്യം അല്ലേ. അപ്പൊ 30 ഇൻറ്റു 100 3000. കിട്ടിയില്ലേ ആൻസർ? എളുപ്പമല്ലേ? അപ്പൊ ഈ ലീനിയർ മെത്തേഡ് വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പെർസെൻറ്റേജ് ഇതുപോലെ ഏത് പെർസെൻറ്റേജ് ചോദിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് 45% എന്ന് പറയുന്നതാണ് 1350. അങ്ങനെയാണെങ്കിൽ 1% എത്രയാണ്? 1350/45. അങ്ങനെയാണെങ്കിൽ 100% എത്ര? ഇങ്ങനെ ചെയ്താലും ഈ ഒരു ഫോർമാറ്റിൽ തന്നെ വരില്ലേ? അവസാന ആൻസർ 3000 തന്നെ കിട്ടും. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് 2020 PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. പെർസെൻറ്റേജിൽ നിന്ന് 8 ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത്. ആ 8 ചോദ്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസിൽ 3 ചോദ്യങ്ങളാണുള്ളത്. അതും കൂടി നമുക്ക് ഇന്നത്തെ സെഷനിൽ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ, രാധിക സോൾഡ് ഹെർ ത്രെഡ്മിൽ ഓൺ OLX ടു എ കസ്റ്റമർ അറ്റ് എ ലോസ് ഓഫ് 6% ടു ദ ഒറിജിനൽ കോസ്റ്റ്.
If she had sold it for rupees 1250 more, she would have gained 4%. What is the original cost of the thread mill? അപ്പോൾ ഇത് KASന്റെ പേപ്പർ 1 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 12,500 എന്നുള്ളതാണ്. എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? രാധിക അവളുടെ ത്രെഡ് മില്ല് OLXൽ വിറ്റു. അതായത് 6% നഷ്ടത്തിനാണ് വിറ്റത്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞു പുള്ളിക്കാരി ഇത് 1250 രൂപയും കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ 1250 രൂപയും കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ 4% ലാഭമുണ്ടായേനെ. അപ്പൊ ഇപ്പോ 6% നഷ്ടമാണ്. ഈ 6% നഷ്ടത്തിൽ നിൽക്കുന്ന ആള്, ഞാനിവിടെ ജസ്റ്റ് ഒരു നമ്പർ ലൈൻ പോലൊരു സംഭവം വരയ്ക്കുകയാണ്. നമ്പർ ലൈൻ ഒന്നുമല്ല, ഇതാണ് നമ്മുടെ CP എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടുന്ന് 6% നഷ്ടത്തിൽ നിൽക്കുകയാണ് നമ്മുടെ രാധിക. രാധിക 1250 രൂപ കൂടെ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 1250 രൂപയും കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ രാധികയ്ക്ക് 4% ലാഭം ഉണ്ടാവുമായിരുന്നു. അപ്പം നടുക്ക് CP കിടക്കുകയാണ്. ആള് 6% നഷ്ടത്തിനാണ് വിറ്റത് ത്രെഡ് മില്ല്. എന്നാൽ ഒരു 1250 രൂപയും കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ, കൂടുതൽ രൂപയ്ക്ക് 1250 രൂപയും കൂടി കൂട്ടി വിറ്റിരുന്നെങ്കിൽ 4% ലാഭം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഈ 6% നഷ്ടം മുതൽ 4% ലാഭം വരെയുള്ള ആ ഒരു ഗ്യാപ്പാണ് 1250 എന്ന് പറയുന്നത്. അതായത് 6 + 4 10% 1250 എന്ന് പറയുന്നത്. ഇതാണ് ഈ ക്വസ്റ്റ്യന്റെ മർമ്മം എന്ന് പറയുന്നത്. ഇത് കിട്ടിയാൽ നമ്മൾ ആൻസർ എത്തി എന്നുള്ളതാണ്. അപ്പോൾ 10% 1250. നമ്മളോട് ചോദിച്ചത് 100%, അതായത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100%. അപ്പോൾ 10% 1250 ആണെങ്കിൽ 100% എത്രയാണ്? 12,500 അല്ലെ? 10% 100% പോയാൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പോൾ ഈ 1250 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 12,500 അല്ലെ? ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ്. അപ്പൊ ഇവിടുന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 12,500. മനസ്സിലായോ? ആ ലോസും ഗെയിനും തമ്മിലുള്ള ആ ഒരു ഇത് മനസ്സിലാക്കുക. ഇപ്പൊ 6% ലോസിൽ നിൽക്കുകയാണ്. അവിടുന്ന് CPയിലോട്ട് എത്തിയിട്ട് CPന്ന് പിന്നെ 4% ഗെയിനും വരണം. അതായത് ടോട്ടൽ 10% എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ 1250 എന്ന് പറയുന്ന വാല്യൂ. ക്ലിയർ ആയോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, എ പേഴ്സൺ ബൈസ് എ ഹൗസ് ഫോർ 15 lakhs and sells it for 20 lakhs. After 5 years, he buys the same house at 30 lakhs and sells it for 40 lakhs. What is the overall profit percentage for that person over both transactions? അപ്പോൾ വാങ്ങിയും വിറ്റും കളിക്കുകയാണല്ലേ. ഒരു ബിൽഡിങ് ഒരാൾ 15 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റു. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ 5 വർഷം കഴിഞ്ഞപ്പോൾ 5 വർഷത്തിന് ശേഷം അയാൾ അതേ ബിൽഡിങ് 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് 40 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ഈ ഒരു ഇതിലുള്ള ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണെന്നാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യത്തെയും രണ്ടാമത്തെ പ്രാവശ്യത്തെയും കൂടെ ചേർത്ത് അയാൾക്കുണ്ടായ ഓവറോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. 2 കേസിലും അയാൾക്ക് പ്രോഫിറ്റ് ആണ്. ആദ്യം അയാൾ 15 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് 20 ലക്ഷത്തിനാണ് വിറ്റത്. പിന്നെ 5 വർഷങ്ങൾക്ക് ശേഷം 30 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് 40 ലക്ഷത്തിനാണ്. അപ്പൊ 2 കേസിലും അയാൾക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 33.33% ആണ്. ഇതെങ്ങനെ വരുന്നു എന്ന് നോക്കാം. ആദ്യം നമ്മൾ നോക്കാം ഇയാളുടെ CP എത്രയാണ്. അപ്പോൾ CP എന്ന് പറഞ്ഞാൽ CP1 + CP2 ആണല്ലോ. അതായത് CP1 എന്ന് പറഞ്ഞാൽ 15 ലക്ഷത്തിനാണ് അയാൾ ആദ്യം വാങ്ങിച്ചത്. രണ്ടാമത് 30 ലക്ഷത്തിന് ആണല്ലോ. അതായത് 15 + 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ലക്ഷം രൂപയാണ് അയാളുടെ CP എന്ന് പറയുന്നത് ആണല്ലോ. ഇനി ഇയാളുടെ പ്രോഫിറ്റ് എത്രയാണ്? ആദ്യം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ P1 + P2 ആണ്. ആദ്യത്തെ കേസിലുള്ള പ്രോഫിറ്റ് പ്ലസ് രണ്ടാമത്തെ കേസിലുള്ള പ്രോഫിറ്റ്. ആദ്യത്തെ കേസിൽ 15 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് 20 ലക്ഷത്തിന് വിറ്റു. അതായത് 5 ലക്ഷമാണ് ഇയാളുടെ പ്രോഫിറ്റ്. ഇനി രണ്ടാമത്തെ കേസിൽ 30 ലക്ഷത്തിന് വാങ്ങിച്ചിട്ട് 40 ലക്ഷത്തിന് വിറ്റു. അപ്പൊ അവിടെ 10 ലക്ഷമാണ് ഇയാളുടെ പ്രോഫിറ്റ്.
അതായത് ഇയാളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയാലും ലോസ് പെർസെൻറ്റേജ് ആയാലും വാങ്ങിയ വിലയിലാണ് കാണുന്നത്. അപ്പോൾ വാങ്ങിയ വില നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 45 ആണ്. ആദ്യത്തെ കേസും രണ്ടാമത്തെ കേസും കൂടെ ചേർക്കുമ്പോൾ 45 ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 ആണ്. ഇനി പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ നമുക്കറിയാം 15 45 കൂടെ വെട്ടുമ്പോൾ 3, 100 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 33.33%. അതായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലിയർ ആയല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ നമുക്ക്. അടുത്ത 11ാമത്തെ ചോദ്യം, ഈ സെഷന്റെ ലാസ്റ്റ് ചോദ്യമാണ്. റോഷൻ സോൾഡ് ഹിസ് മോട്ടോർ സൈക്കിൾ ഫോർ ₹70,000 and loses some amount. If he had sold it for ₹82,000, his gain would have been double the former loss. The cost price of Roshan's motorcycle is. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74,000. ഓപ്ഷൻ സി ആണ്. അപ്പോൾ എങ്ങനെ വരും എന്ന് നോക്കാം. റോഷൻ സോൾഡ് ഹിസ് മോട്ടോർ സൈക്കിൾ ഫോർ ₹70,000. അപ്പം നമുക്കറിയാം ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ SP1 എന്ന് പറഞ്ഞാൽ 70,000 ആണ്. ആൻഡ് ലോസസ് സം എമൗണ്ട്, കുറച്ച് എമൗണ്ട് നഷ്ടം വന്നു. ഇനി നമ്മളോട് പറയുന്നത്, അപ്പം ഞാൻ ഇതൊന്ന് വരച്ച് കാണിക്കാം. നേരത്തെ വരച്ചതുപോലെ തന്നെ വരച്ച് കാണിക്കാം. അപ്പം നടുക്ക് നമ്മുടെ CP നിൽക്കുവാണ്. CP എത്രയാണെന്ന് നമുക്ക് അറിയില്ല. CP ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. CP നടുക്കാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും, ഞാൻ എന്തുകൊണ്ടാണ് CP മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPയുടെ ബേസിസിലാണ് നമ്മൾ എപ്പോഴും പ്രോഫിറ്റും ലോസും നിശ്ചയിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായതിൽ എത്ര രൂപ നമുക്ക് തിരിച്ചു കിട്ടി, അല്ലെങ്കിൽ എത്ര രൂപ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായതിൽ അധികമായിട്ട് പോയി, അതാണ് എപ്പോഴും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. ആണല്ലോ? അപ്പോൾ നടുക്ക് CP മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മളോട് പറഞ്ഞു ആദ്യം കുറച്ച് ലോസ് വന്നു. ഓക്കെ, നഷ്ടം വന്നു. എന്നിട്ട് ഇയാൾ 82,000 രൂപയ്ക്ക് ഇത് വിറ്റിരുന്നെങ്കിൽ, അപ്പോൾ നമുക്ക് SP2 എന്ന് പറയുന്നത് 82,000 ആണല്ലോ. 82,000 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ഇയാളുടെ ഗെയിൻ എന്ന് പറയുന്നത് നേരത്തെ ലോസ് ഇല്ലേ, ആ ലോസിന്റെ ഇരട്ടിയായേനെ. നമുക്കറിയാം ലോസ് എന്ന് പറഞ്ഞാൽ CPയിൽ എത്ര കുറവ് കിട്ടി. അതായത് നമ്മൾ കയ്യിൽ നിന്ന്, ഇപ്പം ഞാൻ 10 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി, ഞാൻ 8 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 10ൽ നിന്ന് 8ലോട്ടുള്ള കുറവാണ് എൻ്റെ ലോസ്. 2 എന്ന് പറയുന്നതാണ് എൻ്റെ ലോസ്. അപ്പോൾ ഈ CP എന്നുള്ള ഈ കുറവ്, ലോസിലോട്ടുള്ള ഈ കുറവിൻ്റെ ഇരട്ടിയാണ് എനിക്ക് കിട്ടുന്ന ഗെയിൻ. ഈ കണ്ടീഷനിലാണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ്. ഈ CPന്ന് ഗെയിൻ വരെ ഉള്ളത്, ഈ CPന്ന് ലോസ് വരെയുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ ലോസ് മുതൽ CP വരെയുള്ള ആ ഗ്യാപ്പിനെ X എന്ന് വിളിച്ചാൽ CP മുതൽ ഗെയിൻ വരെ 2X ആണ്. കാര്യം ഇതിൻ്റെ ഇരട്ടിയാണ് ഗെയിൻ. അപ്പം മൊത്തം 3X ഉണ്ട്. അതായത് ഈ ലോസ് മുതൽ ഗെയിൻ വരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 3X ആണ്. അതെനിക്ക് കണ്ടുപിടിച്ചൂടെ? കാര്യം എനിക്ക് SP1 തന്നിട്ടുണ്ട്. ആദ്യം ഞാൻ വിറ്റത്, ഞാൻ ഒരു പ്രാവശ്യമേ വിറ്റുള്ളൂ. 70,000 രൂപയ്ക്ക് ഞാൻ മോട്ടോർ സൈക്കിൾ വിറ്റു. അല്ല, ഞാനല്ല, റോഷൻ വിറ്റു. പക്ഷെ നമ്മളോട് പറയുകയാണ് ഇപ്പം 82,000 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ഇത്രയും രൂപ അധികം കിട്ടിയേനെ. അതായത് ഈ SP2 മൈനസ് SP1, SP2 മൈനസ് SP1 എന്ന് പറയുന്നത് എത്ര കിട്ടും? 82,000 മൈനസ് 70,000 എന്ന് പറയുന്നത് 12,000 ആണ്. ഈ 12,000 ആണ് നമ്മുടെ ഈ 3X. എന്തുകൊണ്ടാ? ആദ്യത്തെ കേസിൽ ഇവന് ലോസ് ഉണ്ടായി, അല്ല ഇവൻ 70,000 വിറ്റു, അപ്പോൾ ഇവന് ലോസ് ഉണ്ടായി. രണ്ടാമത്തെ കേസിൽ ഇവന് ഗെയിൻ മാത്രമല്ല, ആദ്യത്തെ കേസിലുണ്ടായ ആ ലോസിന്റെ ഇരട്ടിയാണ് അവന് ഗെയിൻ. അപ്പൊ ഈ രണ്ട് SP തമ്മിലുള്ള ഗ്യാപ്പ്, ഈ 12,000 എന്ന് പറയുന്നതാണ് എന്ത്? ഞാൻ ഈ പിക്ചറിൽ കാണിച്ച ഈ 3X എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ ഇതിൽ നിന്ന് കണ്ടുപിടിച്ചൂടെ? 12,000/3, അതായത് 4,000. ഈ ഓരോ ഗ്യാപ്പും ഇവിടെ 4,000, ഇവിടെ 8,000. കാര്യം അതിന്റെ ഡബിളാണ് ഗെയിൻ. ഇനി നമുക്ക് CPയിലോട്ട് എത്തിക്കൂടെ? ഒന്നുകിൽ ഈ ഗെയിനിന് കാരണമായ SP2ൽ നിന്ന് 8,000 കുറയ്ക്കുക, അല്ലേ? കാര്യം ഗെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ കിട്ടി, നമുക്ക് വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ കിട്ടി. എത്ര കൂടുതൽ? 8,000 രൂപ കൂടുതൽ കിട്ടി. അപ്പോൾ വിറ്റ വിലയായ 82,000 നിന്ന് 8,000 കുറച്ചാൽ വാങ്ങിയ വില കിട്ടും. എത്ര കിട്ടും? 74,000.
ആണല്ലോ. അല്ലെങ്കിൽ SP1 4000 കൂട്ടുക. കാര്യം അവിടെ 4000 രൂപയുടെ കുറവുണ്ട്, അതാണ് ലോസ് അല്ലേ. നമ്മളുടെ SP1 എന്ന് പറയുന്നത് ഇയാൾ എത്രയോ രൂപയ്ക്ക് വാങ്ങി, എന്നിട്ട് അതിൽ നിന്ന് കുറച്ചാണ് വിറ്റിരിക്കുന്നത്. 70,000-നാണ് ഇയാൾ വിറ്റിരിക്കുന്നത്. അപ്പോൾ ആ കുറവെന്ന് പറയുന്നത് 4000 അങ്ങനെയാണെങ്കിൽ വാങ്ങിയ വില എത്രയാണ്? 70,000 പ്ലസ് 4000, 74,000. ഇതിൽ ഏത് കേസിൽ ഇത് ഇട്ട് കൊടുത്താലും സെയിം തന്നെ വരും. ഗെയിനിലാണ് ഇടുന്നതെങ്കിൽ SP മൈനസ് ഗെയിൻ ചെയ്യണം CP കിട്ടാൻ. അങ്ങനെയാണല്ലോ. ഗെയിനിന്റെ കേസിൽ എപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് ചിലവാക്കിയതിനേക്കാളും കൂടുതൽ കിട്ടുമ്പോഴല്ലേ ഗെയിൻ എന്ന് പറയുന്നത്. ഇനി ലോസിന്റെ കേസിലാണെങ്കിൽ അവിടെ CP ആണ് വലുത്. അപ്പോൾ SP-യോട് നമ്മുടെ ലോസ് ആഡ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത്, ഈ ആദ്യം ഒരു ലോസ് ഉണ്ടായി, രണ്ടാമത് ഇത്ര രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ ഈ ലോസിന്റെ ഇരട്ടി ഗെയിൻ. അപ്പൊ ഈ ലോസ് ടു ഗെയിൻ എന്ന് പറയുന്നത് 3 ടൈംസ് ആണ് അല്ലെ. ഈ ലോസ് ടു ഗെയിൻ എന്ന് പറയുന്നത്, അതായത് ഇതിനെ 3 ഈക്വൽ പാർട്സ് ആയിട്ട് മാറ്റാം. അതായത് ഇതുവരെ X, ഇതുവരെ 2X അല്ലെ. ഇതിനെ 1:2 എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ലോസ് ടു ഗെയിൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആ ഒരു പോർഷനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1:2 അതിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയത്. X എന്ന് പറയുന്നത് 4000 അങ്ങനെയാണെങ്കിൽ ലോസിന്റെ അവിടെ 4000-ഉം ഗെയിനിന്റെ അവിടെ 8000-ഉം വരും. ഇനി ലോസോ ഗെയിനോ ഏതെങ്കിലും ഒന്ന് മതി. ഐദർ നമുക്ക് SP1 ഇടാം ഓർ നമുക്ക് SP2 ഇടാം. അപ്പോൾ നമുക്ക് 74,000. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ കവർ ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇനി വരും സീരീസുകളിൽ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതായത് ഇങ്ങനെ കൂടുതൽ എപ്പിസോഡ്സ് ചെയ്ത് നമ്മൾ 2020 വളരെ വേഗം തന്നെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ടിത് കാണുക, കണ്ട് പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. ഇന്നത്തെ സെഷൻ കഴിയുന്നു.